ഹലോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഓഫീസിൽ പോകുന്ന സീനാട്ടോ. തണുത്തിട്ട് ഒരു രക്ഷയില്ല. സൂര്യൻ ഉദിച്ച് ഉച്ചയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു. ജാക്കറ്റ് എടുത്താൽ മതിയെന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കാർ വരാൻ ടൈം ആയതുകൊണ്ടിട്ട് ജാക്കറ്റ് എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നേരെ പോവാണ്. അങ്ങനെ നമ്മൾ ദുബായ് മെട്രോ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് തന്നെ മെട്രോ സ്റ്റേഷനായി. അവിടെ നിന്ന് ഞാൻ മെട്രോയിൽ കയറിയിട്ടാട്ടോ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ കാർഡെല്ലാം സ്വൈപ്പാക്കി ഇതേ മെട്രോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓഫീസെത്തി. ഓഫീസിൽ ഇന്ന് പറയത്തക്ക പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ ഇന്ന് ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ക്ലയൻസുകളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ചു വരികയാണ്. കാരണം തിരിച്ച് വീട്ടിലെത്തണം. ഫസ്റ്റ് നോമ്പാണ്, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ തിരിച്ചതേ മെട്രോയിൽ കയറി തിരിച്ച് ഞാൻ മെട്രോ സ്റ്റേഷനിൽ വരുന്നു. അവിടെ നിന്ന് ടാക്സി എടുക്കുന്നു, പിക്ക് ചെയ്യുന്നു, പോകുന്നു. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ച് അധികം പച്ചപ്പും ഹരിതാപമൊക്കെ കാണാൻ വേണ്ടി പറ്റും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി ഫസ്റ്റ് തന്നെ പരിപാടികൾ തുടങ്ങി. പൊട്ടറ്റോയും ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടി ഇടാണ്. ഇന്നലെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളമൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് അതൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പരിപാടികളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് കട്ട്ലേറ്റിനും സമൂസക്കും ഉള്ള മിക്സ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ പറയുക സെപ്പറേറ്റ് ആക്കലായിട്ട് പരിപാടി. കാരണം രണ്ടിൻ്റെ മിക്സ് എല്ലാം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വരാനില്ല. പിന്നെ കുട്ടികൾക്ക് കൂടി ഉണ്ടാക്കുന്നതിനെ കൊണ്ടിട്ട് ഞാൻ അധികം മസാല ആഡ് ചെയ്യുന്നില്ല. കാരണം സ്പൈസി ആയിക്കാൻ രണ്ടുപേരും കഴിക്കൂല. ഫസ്റ്റ് നോമ്പാകുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടാവുമല്ലോ. എത്ര തന്നെ ഉണ്ടാക്കിയാലും മതി വരാത്ത പോലെ അങ്ങനെ എന്തൊക്കെയോ വാരിക്കൂട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മസാല റെഡി ആവുന്നതിൻ്റെ ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് നൈസ് പത്രിക്കുള്ള വെള്ളം കൂടി ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ നൈസ് പത്രിക്കുള്ള പൊടിയെല്ലാം വാട്ടാൻ വെക്കുകയാണ്. അത് വേവിച്ചവിടെ ചൂടാറാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു സമൂസൻ്റെ ലീഫ് ഉണ്ടാക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ ആണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 1/3 കപ്പ് മൈദയും പിന്നെ ഒരു 1/4 കപ്പ് കടലമാവും കൂടി ഇട്ടിട്ട് സാധാരണ ചൂടുവെള്ളം വേണ്ട, പച്ചവെള്ളം, സാധാരണ പച്ചവെള്ളവും ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ലപോലെ കുറേശ്ശെ വെള്ളം വീത്തിയിട്ട് നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ അത് കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഫ് കറീൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യാണ്. ബീഫ് കറിയും കൂടി ആക്കി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ആക്കണമല്ലോ. കാരണം ഓഫീസിൽ പോയി വന്നപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞാൽ വല്ലയിടത്തും മാറി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ മസാല 2 ബൗളിലേക്ക് ആക്കിയിട്ട് ഈക്വലായിട്ട് മാറ്റുക കേട്ടോ. കാരണം ഒന്ന് കട്ട്ലേറ്റിനും ഒന്ന് സമൂസക്കും. ഞാൻ പറയില്ല വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. സെയിം തന്നെ മസാലയാണ്. ഒന്നിൽ ഉരുളക്കിഴങ്ങ് ഇടും, ഒന്നിൽ ഉരുളക്കിഴങ്ങ് ഇടില്ല. അത്ര തന്നെ ഉള്ളൂ വ്യത്യാസം. അതിനിടക്ക് ഇച്ചു വന്നിട്ട് നൈച്ചൂടെ പറഞ്ഞു കുറച്ച് സ്മെല്ലൊക്കെ ആയിക്കോട്ടെ, നല്ല വീടിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് ബഹൂറൊക്കെ എടുത്ത് പുകയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവനത് ചെയ്യാണ്. ഇനി നമുക്ക് സമൂസൻ്റെ ലീഫിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡവ് എടുത്തിട്ട് നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ അത്ര തന്നെ സൈസിൽ ബോൾസാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ പൊടി ഇട്ടതിന് ശേഷം ചെറിയ ചപ്പാത്തികൾ, ഒരു ബൂരിൻ്റെ ഒക്കെ വലിപ്പത്തിലുള്ള ചപ്പാത്തി സൈസിൽ നമുക്കൊരു എല്ലാം കൂടി പരത്തി ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചപ്പാത്തികൾ ഓരോന്ന് ഈ ചെറിയ സ്മോൾ സൈസ് ആയിട്ടുള്ള ചപ്പാത്തികൾ ഓരോന്ന് എടുക്കുക. അതിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലും അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഈവണായിട്ട് എല്ലായിടത്തോട്ടും തടവി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ചപ്പാത്തി, എന്നിട്ട് നമുക്ക് സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സിറ്റിങ്ങിൽ 4 ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 3 എനിക്ക് അത്രയും ബോൾസേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. 7 ബോൾസേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കത് ധാരാളമായിരുന്നു. കാരണം 2 ദിവസത്തേക്ക് അത് ഈസി ആയിട്ട് എത്തുകയും ചെയ്യും. കാരണം ഇവിടെ ആളുകൾ കുറവാണല്ലോ. എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ചപ്പാത്തി കോല് വെച്ച് പരത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവനായിട്ട് കിട്ടില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒരേപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ നല്ലപോലെ പൊടി പിന്നെ ഇടുക. എന്നിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ വരുന്നത്. പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മാക്സിമം ഈവൺ ആയിട്ട് പരത്താൻ ശ്രമിക്കാം.
എന്നിട്ട് നല്ല ചൂടായിട്ടിരിക്കുന്ന തവയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് മറിച്ചും തിരിച്ചും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു സൈഡ് വേവിച്ചെടുക്കാൻ ശ്രമിക്കരുത്. മറിച്ചും തിരിച്ചിടുക. എന്നിട്ട് നല്ല ഒന്ന് വെന്ത് വിട്ട് വരുന്ന സമയം കണ്ടോ, ഇങ്ങനെ നമുക്ക് എടുത്തതിന് ശേഷം അതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ പയ്യനെ ഇങ്ങനെ എടുക്കുക. നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നുണ്ട്. എന്നാലും നമ്മൾ അധികം നേരം ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഹാർഡായി പോകും. പിന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനോ മടക്കാനോ ഒന്നും പറ്റൂല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഇത്തിരി ചൂടൊക്കെ ഉണ്ടാവും. ആ ചൂടൊക്കെ അങ്ങ് സഹിച്ചിട്ട് പയ്യനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. ദെൻ ഒന്ന് 4 ആക്കിയാൽ മതി കേട്ടോ. നല്ല ഈ എന്താ പറയുക സെൻറ്റർ പോർഷൻ തന്നെ നോക്കിയിട്ട് ഒന്ന് ആ ചപ്പാത്തി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് 4 ആക്കി എടുക്കാം. ഇതുണ്ടല്ലോ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടിയ പോലെ തന്നെ അടിപൊളിയായിട്ട് നല്ല പോലെ കിട്ടും കേട്ടോ. ഒരു തരത്തിലും എന്താ പറയുക തെറ്റിപ്പോവാതെ നല്ല രീതിക്ക് കിട്ടും കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതേപോലെ നല്ല ഇതളായിട്ട് കണ്ടോ. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒറ്റയ്ക്കായത് കൊണ്ടിട്ട് ആരും തന്നെ സഹായിക്കാൻ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ തന്നെ ഓരോ സെക്ഷനിൽ നിന്ന് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നൈസ് പത്തിരി കുഴക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കപ്പി കാച്ചലാണ്. കപ്പി കാച്ചിയതിന് ശേഷം ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, ഒന്ന് ഫോളോ ചെയ്തോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അതിൽ നിന്ന് ഒരു 3-4 സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കി ഒന്ന് തീ കത്തിച്ചിട്ട് ഒന്ന് കപ്പി കാച്ചി എടുത്തു. എന്നിട്ട് ആ സെയിം ചൂടുള്ള മാവിലേക്ക് ഇട്ട് ആ നല്ല കപ്പിയിലേക്ക് നല്ല പോലെ നമ്മുടെ പത്തിരിപ്പൊടി തന്നെ സെയിം ആ പൊടി തന്നെ ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം നല്ലപോലെ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാലും കാര്യങ്ങൾ മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് ഈസ്റ്റ്, അതുപോലെ തന്നെ പഞ്ചസാര, ഉപ്പ്, പിന്നെ തേങ്ങാപ്പാൽ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മിക്സിയിൽ എടുത്തിട്ട് 2 ക്രിക്കർ അടിച്ചാൽ മതി. ഒരുപാട് അരച്ചൊന്നും എടുക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്രിക്കർ മിക്സ് ആവാനും കട്ടയോടാനും വേണ്ടി മാത്രം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഞാനിവിടെ നല്ല തണുപ്പാട്ടോ. ഞാൻ രാവിലെ പോയ സമയത്തുള്ള തണുപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫെർമെൻ്റ് ആവില്ല, നല്ലപോലെ പൊങ്ങി വരാത്തത് കൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കുക്കിംഗ് റേഞ്ച് ഓണാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതിൽ ഓവൻ ഉണ്ടല്ലോ, അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഈ മിക്സ് അങ്ങോട്ട് വെക്കുക. ഒരു അരമണിക്കൂർ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ പൊന്തി വന്നു. കാരണം നല്ലപോലെ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊണ്ടിട്ട് ആ ചൂടും ഉണ്ടല്ലോ, നല്ല ചൂടുണ്ടായത് കൊണ്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ പൊന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവ് കണ്ടോ ഇങ്ങനെ മിക്സിയിൽ അടിച്ചതിന് ശേഷമുള്ളതാണ്. അതിനുശേഷം ഇതേ കുക്കിംഗ് റേഞ്ചിലോട്ട് വെക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും സമൂസയിലും കട്ട്ലേറ്റിലും ഒക്കെ നല്ലപോലെ ചിക്കൻ വേണം. അപ്പോൾ നേരത്തെ എടുത്ത ചിക്കൻ പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ചിക്കൻ വേവിച്ചിട്ട് ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ദെൻ നമ്മുടെ നേരത്തെ ലീഫ് കണ്ടോ, നല്ല സ്മൂത്ത് ആൻഡ് എന്താ പറയുക ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ലീഫിനേക്കാളും അടിപൊളി ആണ്. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക മടക്കാനും തിരിക്കാനും എല്ലാത്തിനും നല്ലപോലെ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അമ്മാതിരി ക്രിസ്പിയാണ്. അപ്പോൾ ഞാൻ സമൂസ എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ടൈമില്ല, തീരെ ടൈമില്ല. പടപടാന്നും പറഞ്ഞ് പരിപാടികൾ തീർക്കുകയാണ്. സമൂസ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കട്ട്ലേറ്റുകളെല്ലാം ഇങ്ങനെ ഷേപ്പാക്കി വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കിച്ചണിലെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് പരിപാടികളുണ്ട്. സമയം നോക്കുമ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുമുണ്ട്. നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് വേഗം തന്നെ സമൂസ പൊരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നേരത്തെ ഞാൻ നൈസ് പത്തിരീൻ്റെ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പണികൾ പെട്ടെന്ന് തീർക്കാമല്ലോ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ കട്ട്ലേറ്റും സമൂസ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റും സമൂസ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചിക്കാർക്ക് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പം ഇല്ലാതെ നടക്കില്ല. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ വെള്ളാപ്പം വേണം. അപ്പോൾ വേഗം തന്നെ നേരത്തെ ഞാൻ പൊങ്ങാൻ വെച്ച വെള്ളാപ്പത്തിൻ്റെ മാവാണ്. 10 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പൊങ്ങി കിട്ടിയത്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല, ബാങ്ക് കൊടുത്തു. വേഗം തന്നെ വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. നമ്മുടെ കൊച്ചിക്കാരോട് സ്പെഷ്യലായിട്ടോ, അതായത് വെള്ളാപ്പവും കട്ട്ലേറ്റും ഇല്ലാണ്ട് നമുക്കൊരു നോമ്പില്ല. കട്ട്ലേറ്റ് എടുത്ത് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് 4 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു പൊതി പോലെ ആക്കിയിട്ട് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. റിൽവാൻ മോനിക്ക് നോമ്പായിരുന്നു കേട്ടോ. റിൽവാൻ മോന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 വയസ്സ് മുതലേ അവൻ നോമ്പ് എടുക്കുന്നതാണ്. അപ്പോൾ അവനിക്ക് നോമ്പായിരുന്നു. നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ ഫുള്ള് പണിയുണ്ടല്ലോ പണി ബാക്കിയുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ കിടക്കാട്ടോ. പക്ഷേ ഇരിക്കാട്ടോ ഞാൻ.
അങ്ങനെ ഇവർ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയ സമയത്ത് വേഗം തന്നെ പത്തിരി അങ്ങോട്ട് പരത്തിയിട്ട് ചുടാൻ തുടങ്ങി. എനിക്ക് ഇനി വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കട്ടാക്കാനും നിൽക്കാനും ഷേപ്പ് നോക്കാനൊന്നും വേഗം തന്നെ ഉണ്ടാക്കി. നല്ല ബീഫ് കറി, നല്ല തിക്കായിട്ടുള്ള ബീഫ് കറിയും അതിൻ്റെ ഒപ്പം വെള്ളാപ്പവും പത്തിരിയും എല്ലാം കൂടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, നല്ല തണുപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ, നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി ഇറങ്ങി വാശിക്ക് വെല്ലു വിളിച്ചിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.